ചാനൽ ട്രിനിറ്റി വോയിസ്. എന്നു നിൻ തിരുമുഖം കാണും ഞാൻ, എത്ര നാളിഹത്തിൽ ഞാൻ പാർത്തിടണോ, സ്വർഗത്തിലെൻ്റെ പാർപ്പീടം, സ്വർഗത്തിലെന്നും പാടിടാം, സ്വർഗത്തിലെൻ്റെ പാർപ്പീടം, സ്വർഗത്തിലെന്നും പാടിടാം. ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലെ 10-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 10. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. ആൻഡ് the vale of Siddim was full of slime pits, and the kings of Sodom and Gomorrah fled and fell there, and they that remained fled to the mountain. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ഡിയർ ജീസസ്, മോർ ദാൻ എനിത്തിങ് എൽസ് ഐ വാണ്ട് ടു ഗെറ്റ് ടു know you intimately. God told the captives in Babylon, when you get serious about finding me and want it more than anything else, I will make sure you won't be disappointed. Your most important relationship. Next heading. There is nothing, absolutely nothing more important than developing a friendship with God. It is a relationship that will last forever. Paul told Timothy, some of these people have missed the most important thing in life. They don't know God. Have you been missing out on the most important thing in life? You can do something about it is starting now. Remember, it's your choice. You are as close to God as you choose to be. തേർഡ് സെഷനിലേക്ക് പോവാം. പ്രൊവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രൊവർബ്സ് ചാപ്റ്റർ 13 വേഴ്സ് 7. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 7-ാമത് വാക്യം. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളരെയധികം ധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനും ഉണ്ട്. There is that maketh himself rich, yet hath nothing. There is that maketh himself poor, yet hath great riches. ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ഓർ മത്തായി. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 40. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 40-ാമത് വാക്യം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. And if any man will sue thee at the law and take away thy coat, let him have thy cloak also. നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഭാരപ്പെടരുത്. മത്തായി 6:25 മുതൽ 34 വരെ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ധരിക്കും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടരുത്. ആഹാരത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതം, വസ്ത്രത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരം. പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, നിങ്ങളുടെ പിതാവായ ദൈവം അവയെ സംരക്ഷിക്കുന്നു. നിങ്ങൾ തീർച്ചയായും പക്ഷികളെക്കാൾ പ്രാധാന്യമുള്ളവരാണല്ലോ. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടുകയൊന്നുമില്ല. കാട്ടുപൂക്കളെ നോക്കുക, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, സർവപ്രതാപങ്ങളും നിറഞ്ഞ ശലോമോൻ പോലും ഈ പൂക്കളിൽ ഒന്നിനോളം വിഭൂഷിതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ
വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഉള്ള കാട്ടുപൂക്കളെ പോലും ദൈവം അണിയിച്ചൊരുക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ മെച്ചമായി അണിയിച്ചൊരുക്കും. നിങ്ങൾ കൂടുതലായി ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ആഹാരത്തിനായും വസ്ത്രത്തിനായും ഭാരപ്പെടുന്നത് ഒഴിവാക്കുക. ദൈവത്തെ അറിയാത്തവർ മാത്രമേ അങ്ങനെ ഭാരപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങളുടെ പിതാവായ ദൈവം അറിയുന്നു. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, അപ്പോൾ അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും. അതുകൊണ്ട് നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. ഓരോ ദിവസത്തിനും അന്നത്തെ ക്ലേശങ്ങൾ മതി. നാളെയെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ഇന്നത്തെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കണ്ട. നമുക്ക് കണ്ടന്റ് ഓർ ഉള്ളടക്കം, ഇത്രയും വായിച്ചതിൻ്റെ ഉള്ളടക്കം നമുക്ക് നോക്കാം. ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ജനസിസ് ഓർ ജനസിസ്. സിദ്ദീം താഴ്വരയിൽ കീൽക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗൊമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. And the vale of Siddim was full of simple peats, and the kings of Sodom and Gomorrah fled and fell there, and they that remained fled to the mountain. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിൽ നിന്നും നമ്മൾ കണ്ടന്റ് എഴുതിയിട്ടുണ്ട്. അത് വായിക്കാം. There is nothing, absolutely nothing, more important than developing a friendship with God. It's a relationship with that will last forever. Third session, proverb or suggestion. ഈ വാക്യത്തിൽ രണ്ട് തരം മനുഷ്യരെ കാണുവാൻ സാധിക്കും. ഒന്ന്, ഒന്നുമില്ലാഞ്ഞിട്ട് ധനിയനെന്ന് നടിക്കുന്നവൻ ഉണ്ട്. രണ്ടാമത്തെ, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്ന് നടിക്കുന്നവനും ഉണ്ട്. അതാണ് രണ്ട് തരത്തിലുള്ള മനുഷ്യരെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്. There is that maketh himself rich yet has nothing. There is that maketh himself poor yet hath great riches. നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ഓർ മത്തായി. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. And if any man will sue thee at the law and take away thy coat, let him have thy cloak also. അവിടുത്തെ നമ്മുടെ എല്ലാ സെഷനും അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.